ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഈ വീഡിയോയിൽ ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി എന്ന ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്, റിമൂവൽ, പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ്, ഇത്ര ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഡയറക്ടറുടെ മീനിങ് നോക്കാം. എ കമ്പനി ഡയറക്ടർ ഈസ് എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ടു മാനേജ്, ഡയറക്റ്റ് ആൻഡ് സൂപ്പർവൈസ് ദ അഫെയർസ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനി മാനേജ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നിയമിക്കുന്ന ഒരു വ്യക്തിയെയാണ് കമ്പനി ഡയറക്ടർ എന്ന് പറയുന്നത്. ഡയറക്ടേഴ്സ് ആർ കൺസിഡേർഡ് ദ മൈൻഡ് ആൻഡ് വിൽ ഓഫ് ദ കമ്പനി ആസ് ദ മേക്ക് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആൻഡ് എൻഷുവർ ദാറ്റ് ദ കമ്പനി ഓപ്പറേറ്റ്സ് വിത്തിൻ ദ ലോ ആൻഡ് ടുവാർഡ്സ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ കമ്പനിയുടെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്യുന്ന ഡ്യൂട്ടി ഈ ഡയറക്ടേഴ്സിനാണുള്ളത്. സോ കമ്പനീസ് ആക്ട് പ്രകാരം ഡയറക്ടറുടെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഡയറക്ടർ മീൻസ് എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ടു ദ ബോർഡ് ഓഫ് എ കമ്പനി. കമ്പനി ബോർഡിൽ നിയമിക്കുന്ന ഒരു പേഴ്സണെയാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് ഏരിയയാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ്? ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ is the process by which individuals are selected and officially given authority to manage the affairs of the company. അപ്പോൾ ഒഫീഷ്യലി ഒരു പേഴ്സണെ കമ്പനിയുടെ അഫെയർസൊക്കെ നോക്കാൻ വേണ്ടി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമിക്കുന്ന ആ പ്രൊസീജിയറിനെയാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ദ ഡയറക്ടേഴ്സ് ആർ അപ്പോയിൻറ്റഡ് അക്കോർഡിംഗ് ടു ദ കമ്പനീസ് ആക്ട് ആൻഡ് കമ്പനീസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഒരു കമ്പനിയുടെ ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കണം. ഒന്ന്, കമ്പനീസ് ആക്ട് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചിട്ടും, അതുപോലെ തന്നെ ആ പെർട്ടിക്കുലർ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. സോ അതിൻ്റെയൊക്കെ പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കണം ഒരു ഡയറക്ടറെ നിയമിക്കേണ്ടത്. ഒരു ലീഗൽ പ്രൊവിഷൻ എന്ന് പറയുകയാണെങ്കിൽ എവറി കമ്പനി മസ്റ്റ് ഹാവ് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എല്ലാ കമ്പനിയിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവണം. സോ ഓരോ ടൈപ്പ് ഓഫ് കമ്പനിക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ നമ്പേഴ്സ് ഡിഫറെൻ്റ് ആണ്. മിനിമം 3 ഡയറക്ടേഴ്സ് ഫോർ പബ്ലിക് കമ്പനി. ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ അതിന് മിനിമം 3 ഡയറക്ടേഴ്സ് ഉണ്ടാവണം. ആൻഡ് മിനിമം 2 ഡയറക്ടേഴ്സ് ഫോർ എ പ്രൈവറ്റ് കമ്പനി ആൻഡ് മിനിമം 1 ഡയറക്ടർ ഫോർ 1 പേഴ്സൺ കമ്പനി ആൻഡ് മാക്സിമം 15 ഡയറക്ടേഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ പാസിങ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. അപ്പോൾ എല്ലാ കമ്പനീസിന് മാക്സിമം 15 ഡയറക്ടേഴ്സാണ് വേണ്ടത്. ആൻഡ് അത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെ അവർക്ക് അത് മാറ്റാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ആരെയൊക്കെയാണ് ഒരു ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? ഹൂ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ. അപ്പം ഒരു ഡയറക്ടറുടെക്ക് വേണ്ട ക്വാളിറ്റീസാണ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. എ പേഴ്സൺ ഹൂ ഈസ് ആൻ ഇൻഡിവിജ്വൽ നോട്ട് എ കമ്പനി ഓർ ഫേം. അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കണം. ഒരു കമ്പനിയോ ഒരു ഫേമോ ആവാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആവാൻ വേണ്ടി പാടില്ല. ഇറ്റ് ഷുഡ് ബി ആൻ ഇൻഡിവിജ്വൽ. നെക്സ്റ്റ്, ഹീ ഈസ് കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട്. ദാറ്റ് ഈസ് ഒരാൾക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിവുള്ള ഒരാളായിരിക്കണം. നമുക്ക് കോൺട്രാക്റ്റ് പഠിച്ച സമയത്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കാത്ത ഒരു 3 കാറ്റഗറി ഓഫ് ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവർക്കൊന്നും ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ദെൻ ഹാസ് എ വാലിഡ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. വാലിഡ് ആയിട്ടുള്ള ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കണം. ആൻഡ് ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആവാൻ വേണ്ടി പാടില്ല. ദാറ്റ് ഈസ് കമ്പനീസ് ആക്ട് പ്രകാരം ഇൻസോൾവൻ്റ് ആയ ആൾക്കാർ, കൺവിക്റ്റഡ് ആൾക്കാർ, അങ്ങനെയുള്ളവരൊന്നും ക്വാളിഫൈഡ് ആയിട്ടുള്ള കണക്ക് കൂട്ടുന്നില്ല. സോ അങ്ങനെയല്ലാത്ത ആൾക്കാരെയാണ് ഡയറക്ടറായിട്ട് നിയമിക്കുന്നത്. സോ ഇതാണ് ആർക്കൊക്കെ ഒരു ഡയറക്ടർ ആവാം, അല്ലെങ്കിൽ ആരെയാണ് നമുക്ക് ഡയറക്ടറായി അപ്പോയിൻറ്റ് ചെയ്യാമെന്നുള്ള അവരുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് അപ്പോയിൻമെൻ്റ് ആണ്. എങ്ങനെയാണ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? സോ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് നോക്കുമ്പം ഓരോ ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് നോക്കാം. ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആർ യൂഷ്വലി നെയിംഡ് ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ദാറ്റ് ഈസ് നോർമലി ഒരു കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ആ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് അതിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പേരുണ്ടാവും, ഇവരൊക്കെയാണ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്. സോ അവരാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇഫ് നോട്ട് മെൻഷൻഡ്, ദ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ബിക്കം ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ്. അപ്പം മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ ഡയറക്ടേഴ്സിൻ്റെ പേര് സ്പെസിഫൈ ചെയ്തിട്ടില്ലാത്ത കേസാണെങ്കിൽ ആ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ, മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ്റെ എൻഡിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരും അവരുടെ പേരും സിഗ്നേച്ചറും ഒക്കെ ഉണ്ടാവും, അവരായിരിക്കും ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കുക. ദെൻ അതിനുശേഷം കമ്പനിയുടെ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യും. ദെൻ രണ്ടാമത്തെ കാറ്റഗറിയാണ് അപ്പോയിൻമെൻറ്റ് ബൈ മെമ്പേഴ്സ് ഇൻ ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിങ്ങിൽ മെമ്പേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ്
ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. ദെയർ ആഫ്റ്റർ അറ്റ് എവറി ആനുവൽ ജനറൽ മീറ്റിംഗ് 1/3 ഓഫ് ദ ഡയറക്ടേഴ്സ് റിട്ടയർ ബൈ റൊട്ടേഷൻ ആൻഡ് മേ ബി റീ അപ്പോയിൻറ്റഡ് ഓർ റീപ്ലേസ്ഡ്. അപ്പം ഓരോ വർഷവും ഡയറക്ടേഴ്സ് മുഴുവനായിട്ട് മാറില്ല, 1/3 ഓഫ് ഡയറക്ടേഴ്സ് മാറിക്കൊണ്ടേയിരിക്കും. ദെൻ മൂന്നാമത്തെ കേസാണ് അപ്പോയിൻമെൻറ്റ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നേരിട്ട് ചില ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അഡീഷണൽ ഡയറക്ടർ, ഓൾട്ടർനേറ്റ് ഡയറക്ടർ ആൻഡ് കാഷ്വൽ വേക്കൻസി ഡയറക്ടേഴ്സ്. ഈ 3 ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. സോ അഡീഷണൽ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ടു ഹോൾഡ് ദ ഓഫീസ് അണ്ടിൽ ദ നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ കമ്പനി നോക്കുന്ന ആൾക്കാരെയാണ് അഡീഷണൽ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. ദെൻ ഓൾട്ടർനേറ്റ് ഡയറക്ടേഴ്സ് വെൻ ആൻ എക്സിസ്റ്റിംഗ് ഡയറക്ടർ ഈസ് ആബ്സെൻറ്റ് ഫ്രം ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 3 months. 3 monthsലേക്കെങ്കിലും ഒരു ഡയറക്ടർ ഇന്ത്യയിൽ നിന്ന് ആബ്സെൻ്റ് ആണെങ്കിൽ അവർക്ക് പകരമായിട്ട് ഓൾട്ടർനേറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. അത് അപ്പോയിൻറ്റ് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ദെൻ കാഷ്വൽ വേക്കൻസി വരുന്ന സിറ്റുവേഷൻസിൽ, ദറ്റ് ഈസ് ഒരാൾ റിസൈൻ ചെയ്തു പോയി, അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചു, ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എ ഡയറക്ടർ ഉണ്ടായി. അപ്പോൾ ആ സമയം വരെ ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്വൽ വേക്കൻസി ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. സോ അത് അപ്പോയിൻറ്റ് ചെയ്യുന്നതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ദെൻ നാലാമത്തെയാണ് അപ്പോയിൻമെൻറ്റ് ബൈ തേർഡ് പാർട്ടീസ്. ചില കേസിൽ തേർഡ് പാർട്ടീസ്, ദാറ്റ് ഈസ് കമ്പനിയുടെ ഉള്ളിലുള്ള ആൾക്കാരല്ലാതെ തേർഡ് പാർട്ടീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ് certain agreements of or the articles of association may allow banks, financial institutions or investors to nominate directors. സോ അങ്ങനെ തേർഡ് പാർട്ടീസ് ചില കേസിൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിനെ നോമിനി ഡയറക്ടേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ലാസ്റ്റ് കാറ്റഗറിയാണ് അപ്പോയിൻമെൻറ്റ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ചില കേസിൽ സെൻട്രൽ ഗവൺമെൻറ് അവരുടെ തന്നെ സൂപ്പർവിഷൻ പ്രകാരം കമ്പനിയിൽ മിസ്മാനേജ്മെൻറ്റ് ഉണ്ടായി, അങ്ങനെയൊക്കെ ഒരു അറിവ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റായിട്ടും ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. സോ ഇതാണ് മെത്തേഡ്സ് ഓഫ് അപ്പോയിൻമെൻറ്റിൽ വരുന്ന കേസസ്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ റിമൂവ് ചെയ്യാനും ഉണ്ട് ഡയറക്ടേഴ്സിനെ. In some cases, the removal of directors means terminating a director's position before expiry of the term. അവരുടെ കാലയളവ് കഴിയുന്നതിന് മുന്നേ ഒരു ഡയറക്ടറിനെ അവരുടെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നതിനെയാണ് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ കമ്പനി കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന അതിൻ്റെ ഒരു എത്തിക്കൽ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും എഫക്റ്റീവായിട്ടുള്ള കമ്പനി നടത്തിപ്പിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഇങ്ങനെ റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് നടത്തുന്നത്. ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കേസസിലൊക്കെ റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് നടത്തും. ദെൻ ഹു ക്യാൻ റിമൂവ് എ ഡയറക്ടർ? ആർക്കൊക്കെയാണ് ഒരു ഡയറക്ടറെ റിമൂവ് ചെയ്യാനുള്ള പവർ ഉള്ളത്? മെയിനായിട്ടും ഷെയർ ഹോൾഡേഴ്സിന്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്, സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ട്രിബ്യൂണൽ. ഈ 3 ആൾക്കാർക്ക് അല്ലെങ്കിൽ 3 പൊസിഷനിലുള്ളവർക്ക് ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാം. സോ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്തതിന് ശേഷം ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അവർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിനെ മാത്രം. നമ്മൾ നേരത്തെ പറഞ്ഞു അഡീഷണൽ, കാഷ്വൽ വേക്കൻസി, ഓൾട്ടർനേറ്റ് ഡയറക്ടർ, ഇവരെയൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുക. അവരെ മാത്രം ഇവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ട്രിബ്യൂണൽ ഡയറക്റ്റായിട്ട് ചില ഡയറക്ടേഴ്സിനെ ഡിസ്ക്വാളിഫൈ ചെയ്യും. എന്തെങ്കിലും ഫ്രോഡ്, ഓപ്പറേഷൻ, മിസ്മാനേജ്മെൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് റിമൂവ് ചെയ്യും. ദെൻ ഒരു റിമൂവൽ നടത്തണമെങ്കിൽ ചില പ്രൊസീജിയർ ഉണ്ട്. ഡയറക്ടേഴ്സ് റിമൂവലിൻ്റെ പ്രൊസീജിയർ ഷെയർ ഹോൾഡേഴ്സ് റിമൂവ് ചെയ്യുന്ന കേസിൽ ഫസ്റ്റ് ഒരു സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കണം. എ സ്പെഷ്യൽ നോട്ടീസ് ഓഫ് അറ്റ്ലീസ്റ്റ് 40 days ബിഫോർ ദ മീറ്റിംഗ് മസ്റ്റ് ബി ഗിവൻ ടു ദ കമ്പനി ബൈ മെമ്പേഴ്സ് ഹു ഇൻറ്റൻഡ് ടു മൂവ് എ റെസൊല്യൂഷൻ ഫോർ റിമൂവൽ. അതായത് ഷെയർ ഹോൾഡേഴ്സാണ് ഒരു ഡയറക്ടറെ നീക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ ആ ഒരു മീറ്റിംഗ് കൂടുന്നതിൻ്റെ 14 ദിവസം മുന്നേ കമ്പനീനെ അറിയിക്കുക. ദെൻ ഇൻറ്റിമേഷൻ ടു ദ ഡയറക്ടർ, അതിൻ്റെ ഒരു കോപ്പി ആ ഡയറക്ടർക്ക് ഡയറക്റ്റ്ലി അറിയിക്കുക. ദെൻ ഡയറക്ടേഴ്സ് റെപ്രസെൻറ്റേഷൻ, ഡയറക്ടറുടെ ഭാഗം കേൾക്കുക അല്ലെങ്കിൽ അയാളുടെ എക്സ്പ്ലനേഷൻ വാങ്ങുക. അത് എല്ലാ മെമ്പേഴ്സിനേക്കും സർക്കുലേറ്റ് ചെയ്യുകയോ എല്ലാവർക്കും ഒരുപോലെ കേൾക്കുന്ന രീതിയിൽ അത് അറിയിക്കുകയോ ചെയ്യുക. ദെൻ കണ്ടക്ടിങ് ദ മീറ്റിംഗ്, അതിനുശേഷം ഒരു ജനറൽ മീറ്റിംഗ് കൂടുക, അവിടെ ഡിസ്കഷൻ നടത്തുക റിഗാർഡിങ് റിമൂവൽ ഓഫ് എ ഡയറക്ടർ. ദെൻ വോട്ട് ചെയ്യുക. അതിനുശേഷം അത് പോസിറ്റീവാണ് അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യണം എന്നുള്ള രീതിയിലാണെങ്കിൽ രജിസ്ട്രാറിന് അത് ഫയൽ ചെയ്തതിന് ശേഷം അവർക്ക് റിമൂവ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എഫക്റ്റ് ഓഫ് റിമൂവൽ. ഒരു റിമൂവൽ നടത്തി കഴിഞ്ഞാൽ ദ ഡയറക്ടേഴ്സ് ഓഫീസ് ബിക്കം വേക്കൻറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ റെസൊല്യൂഷൻ ഈസ് പാസ്. ആ ഒരു റിമൂവ് ചെയ്യുന്ന റെസൊല്യൂഷൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ
എന്താണ് ആ ഡയറക്ടേഴ്സ് ഓഫീസ് അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടറുടെ വേക്കൻസി അവിടെ വരും. ആ സെയിം ടൈമിൽ അല്ലെങ്കിൽ ആ സെയിം മീറ്റിങ്ങിൽ തന്നെ പുതിയ ആളെ റീഅപ്പോയിൻറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ആ റിമൂവ് ചെയ്ത ഡയറക്ടറെ കനോട്ട് ബി റീഅപ്പോയിൻറ്റഡ് ബൈ ദ ബോർഡ് ബട്ട് മേ ബി റീ ഇലക്റ്റഡ് ലേറ്റർ ബൈ ഷെയർ ഹോൾഡേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആ റിമൂവ് ചെയ്ത ഡയറക്ടേഴ്സിനെ നേരിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. പിന്നീട് വേണമെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ മീറ്റിംഗ് കൂടി അവരെ തന്നെ റീ ഇലക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഏരിയ ആണ് പവേഴ്സ് ഓഫ് ഡയറക്ടർ. ഒരു ഡയറക്ടറുടെ പവേഴ്സ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി വരുന്നത് ജനറൽ പവേഴ്സ് ആണ്. ജനറലായിട്ട് ഒരു ഡയറക്ടർക്ക് എല്ലാ കമ്പനീസിലും ഉണ്ടാവുന്ന പവേഴ്സ്, ദാറ്റ് ഈസ് ടു മേക്ക് കോൾ ഓൺ ഷെയർസ്, ടു ഇഷ്യൂ സെക്യൂരിറ്റീസ്, ടു ബോറോ മണി ഫോർ കമ്പനീസ് ബിസിനസ്, ടു ഇൻവെസ്റ്റ് ഫണ്ട്സ് ഓഫ് ദ കമ്പനി, to approve financial statements and annual reports, to grant loans or give guarantees, to approve contracts and agreements, to appoint key managerial persons like CEO, CFO, company secretary, etc., to authorize buyback of shares. ഇങ്ങനെയുള്ള ജനറൽ കാര്യങ്ങൾ ചെയ്യാനുള്ള പവർ, ഇതൊക്കെയാണ് ജനറൽ പവേഴ്സിൽ വരുന്നത്. ദെൻ പവേഴ്സ് ടു ബി എക്സസൈസ്ഡ് ഓൺലി ബൈ ബോർഡ് റെസൊല്യൂഷൻ. ഒരു ബോർഡ് മീറ്റിംഗ് കൂടി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാൻ പറ്റുന്ന ചില തീരുമാനങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പവേഴ്സ് ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ടു ബോറോ മണി ബിയോണ്ട് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓർ ഫ്രീ റിസർവ്സ്. അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലേക്കാൾ കൂടുതൽ മണി ബോറോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ. ദെൻ ടു ഇൻവെസ്റ്റ് കമ്പനീസ് ഫണ്ട് ഇൻ അതർ ബിസിനസ്സസ്. കമ്പനിയുടെ ഫണ്ട് മറ്റ് ബിസിനസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ്. ദെൻ മേജേഴ്സ്, ടേക്ക് ഓവേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അതുപോലെ തന്നെ ടു മേക്ക് പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി കമ്പനി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. ദെൻ ടു അപ്പോയിൻറ്റ് ഓർ റിമൂവ് മാനേജിങ് ഓർ ഹോൾ ടൈം ഡയറക്ടേഴ്സ്. ഹോൾ ടൈം ഡയറക്ടേഴ്സിനെ പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ ഒരു ഡയറക്ടർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല. അവർ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് കൂടി റെസൊല്യൂഷൻ പാസ് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനം എടുക്കാനുള്ള പവറുള്ളൂ. ദെൻ അടുത്തൊരു കാറ്റഗറിയാണ് പവേഴ്സ് എക്സസൈസ്ഡ് ഓൺലി വിത്ത് ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ സമ്മതപ്രകാരം മാത്രം എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ടു സെൽ, ലീസ് ഓർ ഡിസ്പോസ് ഓഫ് ദ കമ്പനീസ് മെയിൻ അസറ്റ്സ്. കമ്പനിയുടെ മെയിനായിട്ടുള്ള അസറ്റ്സ് വിൽക്കാനോ ലീസിനോ ഡിസ്പോസ് ചെയ്യാനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ. ദെൻ ടു ബോറോ മണി എക്സീഡിങ് ദ ലിമിറ്റ്സ് സെറ്റ് അണ്ടർ ദ സെക്ഷൻ 180. കമ്പനീസ് ആക്ട് പ്രകാരം പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൽ കൂടുതൽ മണി ബോറോ ചെയ്യുന്ന കേസസിൽ. ദെൻ ടു ഇൻവെസ്റ്റ് കോമ്പൻസേഷൻ റിസീവ്ഡ് ഓൺ മേജേഴ്സ് ഓർ അക്വിസിഷൻസ് ഇൻ ന്യൂ വെഞ്ചേഴ്സ്. മേജേഴ്സ് അക്വിസിഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് കമ്പനിക്ക് കിട്ടിയിരിക്കുന്ന കോമ്പൻസേഷൻ പുതിയ വെഞ്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ്. ഈ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവലോടുകൂടി മാത്രമേ അവർക്ക് ആ പവർ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇതാണ് പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സിൽ വരുന്ന 3 കാറ്റഗറി ഓഫ് പവേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് ജനറൽ പവേഴ്സ്, സെക്കൻഡ് വൺ പവേഴ്സ് ടു ബി എക്സസൈസ്ഡ് ഓൺലി ബൈ ബോർഡ് റെസൊല്യൂഷൻ, മൂന്നാമത്തത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ കൊണ്ട് മാത്രം എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പവേഴ്സ്. നെക്സ്റ്റ് ഏരിയയാണ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു ഡയറക്ടറുടെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന്. ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടി മെയിനായിട്ട് 3 തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെയാണ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി, സെക്കൻഡ് വൺ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ആൻഡ് തേർഡ് വൺ അതർ എത്തിക്കൽ ഡ്യൂട്ടീസ്. ഫിഡ്യൂഷ്യറി ഡ്യൂട്ടിയിൽ വരുന്നതാണ് ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത്. ഗുഡ് ഫെയ്ത്തിൽ ആക്ട് ചെയ്യുക, കമ്പനിക്ക് വേണ്ടിയിട്ടും കമ്പനിയുടെ എംപ്ലോയീസ്, ഷെയർ ഹോൾഡേഴ്സ്, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഗുഡ് ഫെയ്ത്തിൽ വർക്ക് ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ ആണ് എക്സസൈസ് കെയർ, സ്കിൽ ആൻഡ് ഡെലിഗൻസ് ലൈക്ക് എ പ്രൂഡൻറ്റ് ബിസിനസ് പേഴ്സൺ. കെയർഫുള്ളായിട്ട് സ്കിൽഫുള്ളായിട്ട് പ്രവർത്തിക്കുക. അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സ്വന്തം ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് കോൺഫ്ലിക്ട്സ് ഒക്കെ വരുത്താതിരിക്കുക. ദെൻ നോട്ട് ടു മേക്ക് അൺഡ്യൂ പ്രോഫിറ്റ്സ് ഒന്നും ഉണ്ടാക്കാതിരിക്കുക. ദെൻ മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി. ആ ഒരു കമ്പനിയുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോവുക. കമ്പനിയുടെ ഇൻഫർമേഷൻ ഒന്നും മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇതൊക്കെ ഇവരുടെ ഫിഡ്യൂഷ്യറി ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്, നിയമപ്രകാരമുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ടു അറ്റൻഡ് ബോർഡ് ആൻഡ് കമ്മിറ്റി മീറ്റിംഗ്സ് റെഗുലർലി. ബോർഡ് ആൻഡ് കമ്മിറ്റി മീറ്റിംഗ്സിൽ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുക. ടു സൈൻ ഡോക്യുമെൻറ്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് റിക്വയർഡ് അണ്ടർ ദ ആക്ട്. കമ്പനിയുടെ ആക്ട് പ്രകാരം സൈൻ ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സും റിപ്പോർട്ട്സും എല്ലാം സൈൻ ചെയ്യുക. ടു ഡിസ്ക്ലോസ് ഇൻട്രസ്റ്റ് ഇൻ എനി കമ്പനി കോൺട്രാക്ട്സ്. കമ്പനി റിലേറ്റഡ് കോൺട്രാക്ട്സിൽ ഇൻട്രസ്റ്റ് കാണിക്കുക. ടു എൻഷുർ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. കൃത്യമായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ട്സും സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ കമ്പനി ലോ പ്രൊവിഷൻസ്, സെബി, ഫെമ ഇങ്ങനെയുള്ള റൂൾസൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതൊക്കെ ഇവരുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസിൽ വരുന്നതാണ്.
ദെൻ തേർഡ് കാറ്റഗറിയാണ് അതർ എത്തിക്കൽ ഡ്യൂട്ടീസ്. ഒരു എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, എത്തിക്കൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ടു പ്രൊമോട്ട് കമ്പനി സക്സസ് വിത്ത് ഓണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. കമ്പനിയുടെ സക്സസ് ഓണസ്റ്റി ആയിട്ടും ഇൻറ്റഗ്രിറ്റി ആയിട്ടും പ്രൊമോട്ട് ചെയ്യുക. ദെൻ പ്രൊട്ടക്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, എൻകറേജ് ഫെയർ ബിസിനസ് പ്രാക്ടീസസ്. ഇതൊക്കെയാണ് അവരുടെ ഒരു എത്തിക്കൽ ഡ്യൂട്ടിയിൽ വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് ലാബിലിറ്റീസ് ഫോർ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി. കമ്പനി ഡയറക്ടേഴ്സ് അവരുടെ ഡ്യൂട്ടീസ് ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ അതിൽ വീഴ്ച വരുത്തിയാൽ അവർക്ക് എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഒരു കോൺസിക്വൻസസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡയറക്ടർ ഈസ് പേഴ്സണലി ലയബിൾ ഫോർ ലോസസ് ഡ്യൂ ടു നെഗ്ലിഗൻസ് ഓർ ഫ്രോഡ്. നെഗ്ലിഗൻസോ ഫ്രോഡോ കൊണ്ട് വരുത്തുന്ന എന്ത് ലോസും നഷ്ടങ്ങൾക്കും അയാൾ പേഴ്സണലി ലയബിൾ ആയിരിക്കും. ദെൻ ഫൈൻഡ് ഓർ ഇംപ്രിസൺഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം വരുത്തുന്ന നെഗ്ലിഗൻസ് അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടിക്ക് ഫൈൻ അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഉണ്ടാവും. ദെൻ റിമൂവ്ഡ് ഫ്രം ഓഫീസ് ഓർ ഡിസ്ക്വാളിഫൈഡ് ഫോർ ഫ്യൂച്ചർ അപ്പോയിൻമെൻറ്റ്സ്. ആ കമ്പനി ഡയറക്ടർ പൊസിഷനിൽ നിന്ന് ഒഴിവാക്കുകയോ ഫ്യൂച്ചറിൽ അയാളെ ഒരു കമ്പനി ഡയറക്ടർ ആക്കാതിരിക്കുകയോ ചെയ്യുക. അങ്ങനെയുള്ള ലാബിലിറ്റീസ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി നടത്തിയാൽ ഉണ്ടാവും. ഇതാണ് കമ്പനി ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, റിമൂവൽ ആൻഡ് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഈ ഏരിയയിൽ പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്